ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോൾട്ട് ആൻഡ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മട്ടൻ കുറുമ കറിയാണ്. അപ്പോൾ ഇതിനെടുത്തിരിക്കുന്ന 1 കിലോ മട്ടനാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ്. മിക്സിയിലിട്ട് നമ്മൾ നന്നായി ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കരിയാപ്പിലയും ഉപ്പും ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് 4 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ നമ്മൾ പെരിഞ്ജീരകവും ചേർത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 4 മീഡിയം സൈസ് സവോളയും 7 അല്ലി പച്ചമുളകും ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ മുമ്പേ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ബാക്കിയുള്ള പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് നമ്മൾ പിന്നെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മളാണെങ്കിൽ ഒരു മീഡിയം സൈസുള്ള തക്കാളിയും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത ശേഷം നമ്മളാണെങ്കിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ തക്കാളിയും നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ ഒരു പിടി മല്ലിയിലയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കുക. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ 1/2 തവിയെ കൂടുതൽ ഈ മിക്സ് എടുത്ത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരപ്പിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ പേസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ നമ്മളാണെങ്കിൽ അതിനകത്ത് ചേർത്ത് പിന്നെയും നമ്മളൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച മസാലയുടെ മണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മട്ടൻ കുറുമ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെസിപ്പിയാണ്. നമുക്കാണെങ്കിൽ ചപ്പാത്തിലൂടെയും ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കാണെങ്കിൽ ഈ മട്ടൻ കുറുമ കഴിക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ച ശേഷം ഈ വെള്ളം നന്നായിട്ട് ഇളക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml വാട്ടർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുക. അടച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് തുറക്കുക. തുറന്നതിന് ശേഷം 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഒന്നാണെങ്കിൽ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു ഫുൾ തേങ്ങയുടെ പാല് നമ്മളാണെങ്കിൽ ഈ മട്ടൻ കുറുമയിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ കരിയാപ്പില ഇട്ടിട്ട് നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന മട്ടൻ കറിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.